Hey guys, welcome back to another video. അപ്പൊ ഇന്ന് നമ്മളൊരു മാനേജർ പാക്കിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പുതിയതായി നമ്മുടെ ഗെയിമിൽ ആഡ് ചെയ്തത് നമ്മുടെ ഇന്റർ മിലാന്റെ ഒരു മാനേജർ പാക്കിന്റെ റിവ്യൂ അല്ല, നമ്മൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷനും അതുപോലെ തന്നെ എന്റെ ഒരു ഒപ്പീനിയൻ ആണ് ഈ ഒരു പാക്കിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ക്ലബിന്റെ ഭാഗമായിട്ടുള്ള അവസാനത്തെ മാനേജർ പാക്ക് നമ്മുടെ ഗെയിമിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ ക്ലബിന്റെ മാനേജർ പാക്ക് ഇനി ഉണ്ടാവത്തില്ല. അപ്പൊ നിങ്ങളുടെ ലാസ്റ്റ് ഓപ്ഷൻ ആണിത്. അപ്പൊ ക്ലബിന്റെ പാക്ക് ഒക്കെ എടുക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നവർക്ക് അവസാനത്തെ ചോയ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഈ ഒരു മാനേജർ പാക്കിന്റെ ഫസ്റ്റ് ഒരു കാര്യം. പിന്നെ ഈ വീഡിയോ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഈ ഒരു മാനേജറിന്റെ നല്ല വശങ്ങളും അതുപോലെ തന്നെ ഇതിനെ കുറച്ച് ഡിമെറിറ്റ്സും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈലിന് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു മാനേജർ പാക്ക് പർച്ചേസ് ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടൊരു മാനേജർ ആണ്. ഏകദേശം ഒരു 1500 കോയിനോളം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും ഈ ഒരു മാനേജറിനെ എടുക്കാൻ വേണ്ടിയിട്ട്. സോ അതാണ് നിങ്ങൾ ആദ്യം വെക്കേണ്ടത്. നിങ്ങൾ ഇത്രയും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ മാനേജറിലേക്ക് നോക്കിയാൽ മതി കേട്ടോ. ഇനി അതല്ല നിങ്ങൾക്ക് ലോ കോസ്റ്റ് മാനേജർ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ജോസ് മൊറീനോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രാങ്ക് റൈക്കാർഡ് എടുക്കാവുന്നതാണ്. രണ്ടും LBC മാനേജർ തന്നെയാണ്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യം നമ്മൾ പറയാം വീഡിയോയിൽ. നമുക്ക് ആദ്യം മാനേജറിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഡബിൾ ബൂസ്റ്റർ മാനേജറാണ് വന്നിരിക്കുന്നത്. ലോങ് ബോൾ കൗണ്ടർ ടാറ്റിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് കിടിലം ബൂസ്റ്റേഴ്സ് ആണോ ഇതാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്പീഡ് എന്ന് പറഞ്ഞ ബൂസ്റ്ററും കിട്ടുന്നുണ്ട്, ഫിനിഷിംഗ് എന്ന് പറഞ്ഞ ബൂസ്റ്ററും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതുവരെ വന്ന പാക്കുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് ബൂസ്റ്ററാണ് ഇത് വന്നിരിക്കുന്നത്. കാരണം നിങ്ങളുടെ അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് നല്ല രീതിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബൂസ്റ്റേഴ്സ് ആണ് ഇത് രണ്ടും. ഇപ്പൊ നിങ്ങളുടെ സ്ക്വാഡിൽ എങ്ങനെ പോയി സ്ട്രൈക്കേഴ്സിന് അത്യാവശ്യം നല്ലൊരു ഫിനിഷിംഗ് ക്വാളിറ്റി എല്ലാം ഉണ്ടാവും. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു ബൂസ്റ്ററും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പീഡും നല്ല രീതിക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആവും. നിങ്ങളുടെ വിങ്ങേഴ്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രൈക്കേഴ്സിനും അത്യാവശ്യം നല്ല രീതിക്ക് സ്പീഡും കാര്യമൊക്കെ ഇമ്പ്രൂവ് ആവും. സോ നമ്മുടെ ബൂസ്റ്റേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ കിട്ടിയിൽ രണ്ട് ബൂസ്റ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബൂസ്റ്റർ എന്തായാലും വർത്ത് തന്നെയാണ് കേട്ടോ. അപ്പൊ അതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഇന്ററിന്റെ കുറച്ച് പ്ലേയേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ കൂടെ കിട്ടും. നമ്മുടെ മാർട്ടിനസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബെഞ്ചമിൻ പവാർഡ് വരുന്നുണ്ട്, നമ്മുടെ ഡംഫ്രൈസ് ഉണ്ട്, തുറാം ഉണ്ട്. അങ്ങനെ എന്താണ് നമ്മുടെ ഇന്ററിന്റെ അത്യാവശ്യം പ്ലേയേഴ്സ് എല്ലാം ഇതിലുണ്ട്. ഓക്കെ, സോ പ്ലെയർ വൈസ് വരാണെങ്കിൽ ഞാൻ ഒരിക്കലും അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പ്ലേയേഴ്സ് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു മീഡിയത്തിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത്ര വർത്തായ ഒരു പ്ലേയേഴ്സ് ഒന്നും ഇല്ല, ഒരു മീഡിയത്തിൽ പ്ലേയേഴ്സേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു ഡബിൾ ബൂസ്റ്റർ മാനേജർ വേണം നിങ്ങൾ സ്ക്വാഡിലേക്ക് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു മാനേജറിലേക്ക് നോക്കിയാൽ മാത്രം മതി. അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേയിങ് സ്റ്റൈൽ ലോങ് ബോൾ കൗണ്ടർ ആയിരിക്കണം. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ക്വിക്ക് കൗണ്ടറുകളൊക്കെ ആണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഈ ഒരു മാഞ്ചസ്റ്ററിന്റെ ബാക്കാരും കുറച്ചും കൂടെ ബെറ്റർ. ഇതിലും നല്ല ബൂസ്റ്റേഴ്സുകളൊക്കെയാണ് വരുന്നത്. നമ്മുടെ സ്പീഡും വരുന്നുണ്ട്, അറ്റാക്കിംഗ് അവയർനെസ്സും വരുന്നുണ്ട്. അപ്പൊ ഇതും നല്ലൊരു ബാക്ക് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ക്വിക്ക് കൗണ്ടറാണ് കളിക്കുമെങ്കിൽ ഈ ഒരു മാനേജർ എടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണ് ഡബിൾ ബൂസ്റ്റർ മാനേജറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേയിങ് സ്റ്റൈല് ലോങ് ബോൾ കൗണ്ടർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ മാനേജർ സൈൻ ചെയ്തോളൂ എന്നാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ ഫുട്ബോൾ 25 ആണ്, സീസൺ 25 ആണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം സിംഗിൾ ബൂസ്റ്റേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയതാണ് നമ്മുടെ ഗെയിമിൽ ആഡ് ചെയ്തത് നമ്മുടെ ഡബിൾ ബൂസ്റ്റർ മാനേജേഴ്സ് ആണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡബിൾ ബൂസ്റ്റർ മാനേജർ എടുക്കണം, ഒരു കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് കേസിന് നിങ്ങളുടെ കയ്യിൽ 1500 മുടക്കാൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അതല്ല നിങ്ങൾക്ക് അത്രയും കോയിൻ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ നല്ലൊരു ബെസ്റ്റ് ലോങ് ബോൾ കൗണ്ടർ മാനേജർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കറന്റ് ഉള്ളത് നമ്മുടെ ജോസ് മറീനോയുടെ ബാക്കും കിടപ്പുണ്ട്, നമ്മുടെ ഫ്രാങ്ക് റൈക്കാർഡിന്റെ ബാക്ക് കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ വേറൊരു ഗുണമുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഒരു ഒറ്റ മാച്ചിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് പൊസിഷനിലേക്ക് സ്വിച്ച് ചെയ്ത് കളിക്കാൻ പറ്റും. കാരണം ഈ ഒരു സിംഗിൾ ബൂസ്റ്റർ ആണെങ്കിലും ഇതിൽ രണ്ട് പൊസിഷൻസ് ഉണ്ട്. മീൻസ് ലോങ് ബോൾ കൗണ്ടറിലും കളിക്കാം, നിങ്ങൾക്ക് ഔട്ട് വൈഡിലും കളിക്കാം. അപ്പൊ രണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് കളിക്കാം. അതായത് നിങ്ങൾ ഓപ്പോണന്റ് ഇപ്പൊ വരുന്നത് വേറെ ഇപ്പൊ ഒരു ലോങ് ക്വിക്ക് കൗണ്ടർ ആയിട്ട് ഓപ്പോണന്റ് വന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഹാഫ് ലോങ് ബോൾ കൗണ്ടർ കളിക്കാം, സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചേഞ്ചിന് വേണ്ടി വേണമെങ്കിൽ ഔട്ട് വൈഡിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അതാണ് ഈ സിംഗിൾ ബൂസ്റ്റർ മാനേജറുടെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം നിങ്ങൾക്ക് രണ്ട് ടാറ്റിക്സ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ റൈക്കാർഡോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ LBCയും അതുപോലെ തന്നെ നമ്മുടെ പൊസിഷൻ ഗെയിമാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചില ടൈമിൽ വേണമെങ്കിൽ മാറ്റി മറിച്ചും ട്രൈ ചെയ്ത് നോക്കാം. ഒറ്റ മാച്ച് തന്നെ മാറ്റി മറിച്ചും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വളരെ ലോ കോസ്റ്റ് ആണ്, ജസ്റ്റ് ഒരു 500 കോയിൻസ് ഉള്ളൂ. സോ 500 കോയിൻസ് രണ്ട് മാനേജറും വർത്ത് ആയിട്ടൊരു മാനേജർ തന്നെയാണ്. ഓക്കെ,
അപ്പൊ നമ്മുടെ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡബിൾ ബൂസ്റ്റർ മാനേജർ. ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ഡബിൾ ബൂസ്റ്റർ മാനേജർ നിങ്ങൾ സ്ക്വാഡിൽ വേണം എങ്കിൽ മാത്രം നിങ്ങൾ ഇതിലേക്ക് നോക്കിയാൽ മതി. ഓക്കെ. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ അത്യാവശ്യം പ്ലേയേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഇന്റർനെറ്റ് പ്ലേയേഴ്സ് തന്നെ അത്യാവശ്യം എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്ലേയേഴ്സിന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ PvP മാച്ച് ഒക്കെ ഇല്ലേ, അപ്പൊ അതിലൊക്കെ എന്തായാലും ഈവന്റ് വരുമ്പോൾ നമ്മുടെ ക്ലബ് ഈവന്റ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മേജർ പാക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലേയേഴ്സിന് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫുൾ സ്ക്വാഡ് ബിൽഡ് ചെയ്തിട്ട് കളിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡബിൾ ബൂസ്റ്റർ മാനേജറിനെ കിട്ടുന്നുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ ഡബിൾ ബൂസ്റ്റർ മാനേജർ എടുക്കുമ്പോൾ. ഓക്കെ. അതുപോലെ തന്നെ രണ്ട് കിടിലൻ ഇതാണ് വരുന്നത്, നമ്മുടെ സ്പീഡും ഫിനിഷിങ്ങും നല്ല കിടിലൻ ഇത് വരുന്നുണ്ട്. അപ്പൊ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പാക്ക് തന്നെയാണ് ഇത്. ഓക്കെ. അപ്പൊ എന്റെ ഒരു ഒപ്പീനിയൻ പറയാനാണെങ്കിൽ നിങ്ങൾ 1500 കോയിൻ മുടക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡബിൾ ബൂസ്റ്റർ മാനേജർ വേണം, പിന്നെ നമ്മുടെ ഇന്റർനെറ്റ് പ്ലേയേഴ്സും വേണം. എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ കിടിലൻ ബൂസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാനേജർ പാക്ക് സൈൻ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇനി അങ്ങോട്ട് ഫുൾ ഡബിൾ ബൂസ്റ്റർ മാനേജർ ആയിരിക്കും വരുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരു ഡബിൾ ബൂസ്റ്റർ മാനേജർ ട്രെയിനിങ് കുറച്ചും കൂടെ നല്ലതായിട്ട്. ഓക്കെ. അതല്ല നിങ്ങൾ ഇത്രയും കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാനില്ല, നിങ്ങൾ കോയിൻ കൂടുതലും പാക്കിലേക്ക് വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇപ്പൊ പുതിയ രണ്ട് കിടിലും പുതിയ പാക്കൊക്കെ അടിപൊളി പാക്കൊക്കെയാണ് വന്ന് കിടക്കുന്നത്. നമ്മുടെ തുറത്തിന്റെ കാർഡ് വന്ന് കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് സ്പിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ജസ്റ്റ് എന്താണ് നിങ്ങൾക്ക് സ്ക്വാഡൊക്കെ അത്യാവശ്യം സെറ്റ് ആയി നിങ്ങൾക്ക് ഇതിന്റെ മാനേജറിനെയാണ് വേണ്ടതെങ്കിൽ, അതും ഡബിൾ ബൂസ്റ്റർ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ് എടുത്തോ, വെർത്ത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ലോങ് ബോൾ കൗണ്ടർ ആയിരിക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ പ്രത്യേകം. ഓക്കെ. സോ കൺക്ലൂഷൻ ആയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു മാനേജർ വെർത്ത് തന്നെയാണ്. ഓക്കെ. കാരണം ഡബിൾ ബൂസ്റ്റർ ആണ് വരുന്നത്, പിന്നെ അത്യാവശ്യം പ്ലേയേഴ്സും വരുന്നുണ്ട്, പിന്നെ രണ്ട് കിടിലും ബൂസ്റ്റേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത്. കാരണം കിടിലും ബൂസ്റ്റേഴ്സ് ആണ് വരുന്നത്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 1500 കോയിന് വെർത്ത് അല്ല എന്തായാലും. പക്ഷെ നിങ്ങൾക്ക് ഡബിൾ ബൂസ്റ്റർ മാനേജർ വേണമെങ്കിൽ എന്തായാലും എനിക്ക് തോന്നുന്നു ഇനിയും ഫ്യൂച്ചറിലും ഈ ഒരു ഡബിൾ ബൂസ്റ്റർ മാനേജർ വരുമ്പോൾ എന്തായാലും 1500 കോയിൻ തന്നെയായിരിക്കും മിക്കവാറും വരാൻ ചാൻസ് ഉള്ളൂ. അതല്ല 500 കോയിന് വന്നെങ്കിൽ അത് നമ്മുടെ ഗെയിം തീരാറാവണ ആ ഒരു ടൈമിലായിരിക്കും മിക്കവാറും വരുന്നത്. കഴിഞ്ഞ കൊല്ലം അങ്ങനെയായിരുന്നു, ഈ കൊല്ലം അങ്ങനെയായിരിക്കും. അപ്പൊ നിങ്ങൾ ഡബിൾ ബൂസ്റ്റർ മാനേജറിനെ സ്ക്വാഡിലേക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും മാനേജർ സൈൻ ചെയ്യുക. അതുപോലെ നിങ്ങൾ ലോങ് ബോൾ കൗണ്ടർ ടാറ്റിക്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈൻ ചെയ്യുക. ഇനി എന്റെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ഒരു മാനേജർ സൈൻ ചെയ്യാൻ ഇരിക്കുന്നുണ്ട്. കാരണം എന്റെ സ്ക്വാഡിലേക്ക് എനിക്കൊരു ഡബിൾ ബൂസ്റ്റർ മാനേജർ വേണം. ഓക്കെ. കാരണം എന്റെ സ്ക്വാഡ് അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു ഡബിൾ ബൂസ്റ്റർ മാനേജർ കൂടെ എനിക്ക് വേണം എന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഈ ഒരു ഇൻസ്റ്റാഗ്രാം പാക്ക് സ്പിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പാക്ക് സ്പിൻ ചെയ്യണ്ടോ ഇല്ലയോ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ. സോ ഓവറോൾ പറയുകയാണെങ്കിൽ 50-50 ആണ്. അതായത് വെർത്തും ആണ്, പിന്നെ കുറച്ച് വെർത്തും അല്ല. കാരണം 1500 കോയിൻ വെച്ച് നോക്കുമ്പോൾ വെർത്തല്ല, പക്ഷെ അല്ലാണ്ട് ബാക്കിയുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വെർത്തായിട്ട് മാനേജർ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് സ്പിൻ ചെയ്യുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ജോസ് മൊറീനോയോ അല്ലെങ്കിൽ നമ്മുടെ റൈക്കാർഡിന്റെ പാക്കോ എടുക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടാറ്റിക്സ് ഒക്കെ അനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നൊക്കെ. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഗൈസ്, അപ്പൊ ഇത്രയുള്ള വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനിയും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.